പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിലാണ്. നാഗമ്പടം ബസ് സ്റ്റാൻഡിൻ്റെ ശോച്യാവസ്ഥകളെക്കുറിച്ചൊന്ന് ഒരു അവബോധം നമ്മുടെ ജനങ്ങൾക്കുണ്ടാക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇപ്പോൾ ഈ കാണുന്നത് മലിനജലം ഒഴുകി പോകുവാൻ വേണ്ടി നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഓടയാണ്. എന്നാൽ ഇത് ഭൂരിഭാഗവും നിറഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ വെള്ളം അല്പം പോലും പുറത്തേക്ക് ഒഴുകി പോകുവാനുള്ള യാതൊരു സാഹചര്യവുമില്ല. മഴ പെയ്താൽ വീണ്ടും വെള്ളം പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ്. പലപ്പോഴും അതിനകത്തൊക്കെ വേസ്റ്റുകൾ തള്ളിയാണ് ഇപ്പോൾ ഈ കാണുന്ന എല്ലാ ഓടകളും അങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. അല്പം പോലും വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം എല്ലായിടവും അടഞ്ഞ് കിടക്കുക ആണ് എന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല, ബസ് സ്റ്റാൻഡിൻ്റെ പല ഭാഗങ്ങളിലും മാലിന്യ വസ്തുക്കളെ കൂട്ടി ഇട്ടിരിക്കുകയാണ്. നിരവധി ബസ്സുകളാണ് ഇതുവഴി ഓരോ ദിവസവും കടന്നു പോകുന്നതും. പതിനായിരക്കണക്കിന് യാത്രക്കാരാണ് വന്നിറങ്ങി വിവിധ സ്ഥലങ്ങളിലേക്ക് ഇതുവഴി പോകുന്നത്. ഇവിടുത്തെ പല കോൺക്രീറ്റ് സ്ലാബുകളും പൊട്ടിയിളകി അവിടെയൊക്കെ അതുവഴിയൊക്കെ ഈ മലിനജലം ഒഴുകി പോകുന്ന അതിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ കാണാം. പലപ്പോഴും അതിൻ്റെയൊക്കെ കമ്പികൾ പൊങ്ങി നിൽപ്പുണ്ട്. അത് യാത്രക്കാരുടെ മാത്രമല്ല, ലക്ഷങ്ങൾ മുടക്കി ഇതുവഴി ഓടുന്ന ബസ്സുകൾക്ക് പോലും പരിക്കുണ്ടാകും. ഈ മതിലിന് സൈഡിൽ കാണുന്ന മുഴുവൻ വേസ്റ്റാണ്, കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റാണ്. അത് പലതരം മാലിന്യങ്ങളുണ്ട്. അത് ഓരോ മഴക്കാലത്തും ആ വെള്ളം ഒഴുകി നമ്മുടെ ഈ നടപ്പാതകളിലേക്ക് അല്ലെങ്കിൽ ആളുകൾ പോകുന്ന ആ ഭാഗത്തേക്ക് ഒഴുകി വരും. എന്നിട്ട് പല സ്ഥലങ്ങളിലും അതൊക്കെ തളം കെട്ടിക്കിടപ്പുണ്ട്. നമുക്ക് കണ്ടാൽ അറയ്ക്കുന്ന മാലിന്യങ്ങൾ തന്നെയാണ് ഇതിനടുത്തൊക്കെ ഇവിടെയൊക്കെ തള്ളിയിരിക്കുന്നത്. അതായത് പലതരം വേസ്റ്റുകളുണ്ട്. സമയാസമയങ്ങളിലുള്ള ക്ലീനിങ്ങോ അല്ലെങ്കിൽ ഇതൊക്കെ വാരി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുകയൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ കാണുന്നത്. എത്രയോ ആളുകളാണ് ഇതുവഴി നടന്നു പോകുന്നത്. അത് തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. കാരണം മലിനജലത്തിലേക്ക് താണ്ടിയാണ് അവർ പോകുന്നത്. പലതരം അസുഖങ്ങളുണ്ടാകാൻ പോലും ഇതൊക്കെ കാരണമാകും. തന്നെയല്ല, ഈ ഇതുവഴി ഓടുന്ന ബസ്സുകളുടെ തന്നെ ആയുസ് പോലും കുറയ്ക്കുന്ന രീതിയിലാണ് കോൺക്രീറ്റൊക്കെ ഇളകി കിടക്കുമ്പോൾ അതുവഴി ചാടി പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നതും മലിനജലം ഒഴുകുന്ന ഇത് തന്നെയാണ്. നമ്മുടെ കംഫർട്ട് സ്റ്റേഷൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചയാണ്. ധാരാളം മലിന വസ്തുക്കളും മലിനജലവും ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. കൊതുകുകൾ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സമയങ്ങളിൽ തെളിച്ച് ആരോഗ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇവിടെ ക്ലോസപ്പായ കാണുന്നതാണ്. ഒത്തിരി കൊതുകുകളുടെ ലാർവകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ തന്നെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനൊക്കെ ശാശ്വതമായ പരിഹാരം നമ്മുടെ അധികാരികൾ കാണും എന്ന ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെ തെളിച്ച് കൃത്യമായിട്ട് പരിചരിച്ച് മലിനജലം ഒഴുകി പോകാനുള്ള ഓടകളൊക്കെ വൃത്തിയാക്കും എന്ന വിശ്വാസത്തോടെയാണ് നമ്മളൊക്കെ എപ്പോഴും കഴിഞ്ഞു പോകുന്നത്.